ഇന്ന് നാം പരിചയപ്പെടുവാൻ പോകുന്നത് കാനഡയിലെ വളരെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്. കാനഡയ്ക്ക് 10 പ്രവിശ്യകളാണുള്ളത്. അതുകൂടാതെ 3 ടെറിട്ടറികളും. ഈ 10 പ്രവിശ്യകളിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു പ്രവിശ്യയാണ് ഓൻറ്റാറിയോ പ്രവിശ്യ. ഈ പ്രവിശ്യയുടെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നാം ഇന്ന് വിസിറ്റ് ചെയ്യുന്നത്. അതിലൊന്ന് ഓൻറ്റാറിയോയുടെ തലസ്ഥാനമായ ടൊറൻറ്റോയും മറ്റൊന്ന് പ്രകൃതിയുടെ വരദാനമായ നയാഗ്രയും. ടൊറൻറ്റോ കാനഡയിലെ ഏറ്റവും വലിയ നഗരമാണ്. ജനസംഖ്യയുടെ കാര്യത്തിലും സാമ്പത്തികപരമായ വളർച്ചയുടെ കാര്യത്തിലും കാനഡയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണിത്. കാനഡയിലെ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും ആസ്ഥാന കേന്ദ്രമാണ് ടൊറൻറ്റോ. ഇതിനൊക്കെ പുറമെ കാനഡയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ടൊറൻറ്റോയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളവും കൂടിയ സ്ട്രീറ്റ്, യോങ് സ്ട്രീറ്റ്. ഇതാണ് കാനഡാസ് നാഷണൽ ടവർ അഥവാ CN ടവർ. ഇതിൻ്റെ ഉയരം 553 മീറ്ററിൽ അധികമാണ്. ഈ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ടൊറൻറ്റോ നഗരദൃശ്യം അതിമനോഹരമാണ്. ഈ ടവറിൻ്റെ നിർമ്മാണം 1973 തുടങ്ങി 1975 പൂർത്തീകരിച്ചു. 2007 ബുർജ് ഖലീഫ ഇതിനെ മറികടക്കുന്നതുവരെ ഉയരത്തിൻ്റെ കാര്യത്തിൽ റെക്കോർഡായിരുന്നു ഈ ടവറിന്. ഇതാണ് ടൊറൻറ്റോയിൽ സ്ഥിതി ചെയ്യുന്ന റിപ്ലീസ് അക്വാറിയം ഓഫ് കാനഡ. വളരെ വലുതും നിരവധി തരത്തിലുള്ള മത്സ്യങ്ങളാലും മറ്റ് ജലജീവികളാലും ആകർഷണീയമാണ് ഈ ഭീമൻ അക്വാറിയം. ടൊറൻറ്റോയിലെ സെയിൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ, സെയിൻറ്റ് പോൾസ് ബസിലിക്ക, സെയിൻറ്റ് പാട്രിക്സ് ചർച്ച് ടൊറൻറ്റോ. ടൊറൻറ്റോ പട്ടണത്തിൻ്റെ ബോട്ടിൽ നിന്നുള്ള കാഴ്ച. റോയൽ ഒൻറ്റാറിയോ മ്യൂസിയം. ഇത് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നാണ്. ദിനോസറുകളുടെ അവശിഷ്ടങ്ങൾ മുതൽ പുരാതന ഈജിപ്ഷ്യൻ മമ്മികൾ വരെയുള്ള ലോക സംസ്കാരങ്ങളെയും പ്രകൃതി ചരിത്രത്തെയും കുറിച്ചുള്ള അവിശ്വസനീയമായ ശേഖരങ്ങൾ ഇവിടെയുണ്ട്. ടൊറൻറ്റോയിലെ പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് ഏകദേശം 123 കിലോമീറ്ററാണുള്ളത്. നയാഗ്ര വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും മനോഹരവുമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ്. കാനഡയും അമേരിക്കയും തമ്മിലുള്ള അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
യഥാർത്ഥത്തിൽ 3 വലിയ വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് നയാഗ്ര. ഇതിൽ കാനഡയുടെ ഭാഗത്തുള്ള വെള്ളച്ചാട്ടമാണ് ഏറ്റവും വലുതും മനോഹരവും ശക്തിയേറിയതും. ഈ വെള്ളച്ചാട്ടത്തിന് കുതിരലാടൻ്റെ ആകൃതിയായതിനാൽ ഇതിനെ ഹോഴ്സ് ഷൂ ഫോൾസ് എന്നറിയപ്പെടുന്നു. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നും ദിവസവും ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം താഴേക്ക് പതിക്കുന്നതിനാൽ ഇതിന് അവിശ്വസനീയമായ ശക്തിയാണുള്ളത്. 1895 നിക്കോളാസ് ടെസ്ലയുടെ നേതൃത്വത്തിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി നിലയം പ്രവർത്തിച്ചിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത അടുത്തറിയുവാൻ മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്നു പേരുള്ള ബോട്ട് യാത്ര ഇവിടത്തെ പ്രത്യേക ആകർഷണമാണ്. വെള്ളം നനയാതിരിക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഉടുപ്പ് ധരിച്ചാണ് ബോട്ടിൽ സഞ്ചരിക്കുന്നത്. കാനഡയുടെ ഭാഗത്തു നിന്ന് വരുന്ന സഞ്ചാരികൾ ഉപയോഗിക്കുന്നത് ചുവന്ന കളറിലെ ഉടുപ്പും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന സഞ്ചാരികൾ ഉപയോഗിക്കുന്നത് നീല ഉടുപ്പുമാണ്. ഈ ബോട്ടുകൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടു താഴെ വരെ എത്തുന്നതിനാൽ വെള്ളത്തിൽ നനഞ്ഞു കുളിക്കാതെ ഈ സാഹസിക യാത്ര മടങ്ങുക അസാധ്യമാണ്. ഇതാണ് കാനഡയും അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലായി സ്ഥിതി ചെയ്യുന്ന സ്കൈലോൺ ടവർ. ഇത് നിർമ്മിച്ചത് 1965 ഇതിൻ്റെ ഉയരം 236 മീറ്ററാണ്. ഈ ടവറിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെയും പരിസര പ്രദേശത്തിൻ്റെയും ദൂരക്കാഴ്ച അതിമനോഹരമാണ്. ആ പാലത്തിന് അപ്പുറത്തെ വശമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സ്കൈലോൺ ടവറിനോട് ചേർന്ന് ഉയർത്തിയിരിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പതാകകൾക്കൊപ്പം ഇന്ത്യൻ പതാകയും. സെയിൻറ്റ് കാതറിൻസ് മ്യൂസിയം. ഈ മ്യൂസിയം ബെല്ലാൻ കനാലിൻ്റെയും സെൻറ്റ് കാതറിൻസ് നഗരത്തിൻ്റെയും വ്യാവസായികവും സാംസ്കാരികവും സാമൂഹികവുമായ ചരിത്രം വിശദീകരിക്കുന്നു. കാനഡയുടെ ദേശീയ കായിക വിനോദങ്ങളിലൊന്നായ ലാക്രോസിൻ്റെ ചരിത്ര ശേഖരങ്ങളും ഈ മ്യൂസിയത്തിലുണ്ട്. കാനഡയുടെ ചരിത്രത്തിനും സാമ്പത്തിക വികസനത്തിനും കനാലുകൾക്കും കപ്പൽ ഗതാഗതത്തിനും ഒരു പ്രധാന പങ്കുണ്ട്. നിരവധിയായ കാനഡയിലെ തടാകങ്ങൾ പല ഉയരങ്ങളിലായതിനാൽ ഉയരം കൂടിയ തടാകങ്ങളിലേക്കും അവിടെ നിന്നും ഉയരം കുറഞ്ഞ തടാകങ്ങളിലേക്കും കപ്പലുകൾ എത്തിക്കുന്നത് ഒട്ടേറെ ഷിപ്പ് ലോക്കുകൾ കടന്നാണ്. ഈ ഷിപ്പ് ലോക്കുകളിലൂടെ കപ്പലുകൾ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഷിപ്പ് ലോക്കിലൂടെ ഒരു കപ്പൽ കടന്നു പോകുന്നത് നമുക്കിതിൽ കാണാം. ഷിപ്പ് ലോക്കിൻ്റെ അടിയിലൂടെയുള്ള റോഡുകൾ. ഈ കനാലിന് അപ്പുറത്തെ വശം കാണുന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്.
അതിർത്തികൾ തിരിക്കുന്ന ചുറ്റുമതിലുകളില്ലാത്ത വീടുകൾ ഈ നാടിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്.